ഒരു ജാതി ജാതകം എം മോഹനൻ സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ, പി കുഞ്ഞികൃഷ്ണൻ, ബാബു ആന്റണി, നിഖില വിമൽ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെ കുറിച്ചാണ് ഇന്ന്. 38 വയസ്സ് കഴിഞ്ഞ് ഒരു 8-9 വർഷമായിട്ട് പെണ്ണ് കണ്ടു നടന്നിട്ടും കല്യാണമൊന്നും സെറ്റ് ആകാത്ത, അതേസമയം പെണ്ണിനെ കുറിച്ച് ഒരുപാട് കണ്ടീഷൻസ്, ഡിമാൻഡ്സ് ഒക്കെയുള്ള ജയേഷ് എന്ന മിസോജനിസ്റ്റ് എന്ന് പറയാവുന്ന ഒരാളുടെ കഥയാണ് ഈ പടം. സ്ത്രീ വിരുദ്ധതയെ കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓവർ ദ ടോപ്പ് ഫൺ മസാല പടമാണ്. കുറെ സ്ലാപ് സ്റ്റിക് മൊമെന്റ്സ് ഒക്കെയുള്ള, ഇപ്പോൾ വിനീത് ശ്രീനിവാസന്റെ മാത്രമല്ല കൂടെയുള്ള ബാക്കി എല്ലാ ആക്ടേഴ്സിന്റെയും കുറച്ച് എക്സാജറേറ്റഡ് ആയിട്ടുള്ള കാരിക്കേച്ചർ ടൈപ്പുള്ള അങ്ങനെ കോമഡി നിറഞ്ഞൊരു പടമാണ്. ചില തമാശകളിൽ നന്നായിട്ട് ചിരിച്ചു, എന്നാൽ ചിലത് ശരിയായില്ല, ദുർബലമായി പോയി എന്ന് പറയാം. തിര, ഗോദ തുടങ്ങിയ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയ രാകേഷ് മാന്തോടിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. മനഃപൂർവ്വം തന്നെ പുരുഷമേൽക്കോയ്മയും അതുപോലെ സ്ത്രീ വിരുദ്ധതയും LGBT കമ്മ്യൂണിറ്റി വിരുദ്ധതയും ഒക്കെ നിറഞ്ഞ അങ്ങനെയുള്ള ഡയലോഗുകളും സന്ദർഭങ്ങളും ഒക്കെ ഒരുക്കിയിട്ട് അതിനെയൊന്നും ഗ്ലോറിഫൈ ചെയ്യുകയല്ല. വളരെ യാഥാസ്ഥിതികരായിട്ടുള്ള കുറെ ആൾക്കാർ, പ്രത്യേകിച്ച് ഇതിലെ നായകൻ, അയാളുടെ അനുഭവങ്ങളിൽ നിന്നും കുറച്ചുകൂടി തിരിച്ചറിവുണ്ടായി പിന്നീട് പഠിക്കുന്നു, മാറുന്നു എന്ന വിധത്തിൽ അവിടെയും ഇവിടെയും കൊള്ളാതെ ഒരു ബാലൻസ് നടപടിയാണ് സ്ക്രിപ്റ്റിൽ, ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. മഞ്ഞത്തവളെന്ന് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ മഞ്ഞത്തവളെന്ന് വിളിച്ചിട്ടില്ല. എന്റെ തലയ്ക്ക് നല്ല വെളിവുണ്ട്. റോസേ, നിന്നെ ഞാൻ മഞ്ഞത്തവളെന്ന് വിളിച്ചൊരു ഓർമ്മ എനിക്കില്ല. ചിലപ്പോ പറഞ്ഞു വന്ന ഒഴുക്കിനിടയിൽ ഒരു തവള ചാടിക്കറി വന്നു കാണും. ഈ മഞ്ഞത്തവളക്കൊക്കെ കയറി വരാൻ കണ്ടൊരു നേരം ഈ മഞ്ഞത്തവള അതൊരു പെർഫെക്റ്റ് സേഫ് സോൺ പരിപാടിയായിരുന്നു കേട്ടോ. അതായത് പഴഞ്ചൻ ചിന്താഗതികളവർക്ക് തോന്നും നന്നായിട്ട് പുരോഗമനവാദികൾക്കിട്ട് വായിൽ കൊടുത്തിട്ടുണ്ടെന്ന്. എന്നാൽ അതേസമയം പുരോഗമനവാദികൾക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അങ്ങനെ ഗ്ലോറിഫൈ ചെയ്തേക്കുകയല്ല. അയാൾ ഇതുപോലെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ പ്രതിനിധിയാണ്, അയാൾക്ക് ചേഞ്ച് ഉണ്ടാകുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നതെന്ന് പ്രോഗ്രസീവ് ആയിട്ടും ഫീൽ ചെയ്യും. സോ അവിടെയും കൊള്ളിച്ചു, ഇവിടെയും കൊള്ളിച്ചു, അങ്ങനെ ഒരു കലക്കവെള്ളം ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതാനും അങ്ങനെ ഒരു ജാതി മിക്സഡ് ഫീൽ തരുന്ന ഒരു പടമാണ് ഒരു ജാതി ജാതകം. അത് ആക്ച്വലി വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള, ക്ലെവർ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു. അതിനൊരു അഭിനന്ദനം കൊടുക്കുക വേണം കേട്ടോ. മിക്കവാറും OTT റിലീസ് ആകുമ്പോൾ ഒരുപാട് വിമർശനം വരാനും കുറെ പേര് ഇത് വാഴ്ത്തിപ്പാടാനും അങ്ങനെ കുറച്ച് ചർച്ച ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുള്ള ഒരു പടമാണ്. ആക്ഷേപഹാസ്യം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പെർഫോമൻസും കുറച്ച് ഓവർ ആണെന്ന് പറയാം. പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ, അതിപ്പം പണ്ട് ശ്രീനിവാസൻ ചെയ്തുകൊണ്ടിരുന്ന ഈ എല്ലാ അവഹേളനങ്ങളും സ്വയം ഏൽക്കുന്ന ടൈപ്പ് ഉടായിപ്പ് റോൾ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒന്നാണ് ഇത്തവണ വിനീത് ശ്രീനിവാസനാണ് ചെയ്തേക്കുന്നത്. മാത്രം ഇത് മൊത്തത്തില് കുറച്ച് ഓവറായാലേ ശ്രദ്ധിക്കുന്ന ടൈപ്പ് പടമാണ്. ക്യാരക്ടേഴ്സും ആക്ടിങ്ങും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ പെർഫോമൻസിൽ വിനീതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്ത വേറെ സഹതാരങ്ങളുണ്ട്. എടുത്തു പറയേണ്ടത് വിനീതിന്റെ അച്ഛനായിട്ട് വരുന്ന പി കുഞ്ഞികൃഷ്ണൻ. അങ്ങനെ ഒരു പൊളിയായിരുന്നു കേട്ടോ. കുറെ ഇടങ്ങളിൽ പുള്ളി എല്ലാവരെയും കവച്ച് സ്കോർ ചെയ്യുന്നുണ്ട്. വിനീതിന്റെ കൂട്ടുകാരനായിട്ട് വന്ന മൃദുൽ നായരും നൈസായിരുന്നു. അതുപോലെ ബോസ് ആയിട്ട് വരുന്ന ബാബു ആന്റണിയും പുള്ളിയുടെ ഒരു കംബാക്ക് ആണെന്ന് പറയാം. പലയിടത്തും പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. അലംബൻ സമൽ താഹ അതുപോലെ നല്ലൊരു റോളിൽ വന്നിട്ടുണ്ട്, നൈസായിരുന്നു. നായികമാരുടെ കാര്യം പറഞ്ഞാൽ ഒരു 10-20 നടിമാരെങ്ങാനും ഈ പടത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കും അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല. 2 സീനേ ഉള്ളുവെങ്കിലും നിഖില വിമലിന്റെ ക്യാരക്ടർ രസമുണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സയനോരയുടെ ഒരു ഡയലോഗ് കൊള്ളായിരുന്നു. പിന്നെ വിനീതിന്റെ അമ്മയായിട്ട് വന്ന നടി, പുള്ളിക്കാരി കിടുവായിരുന്നു, പക്ഷെ എനിക്ക് പേരറിയില്ല. പ്രത്യേകിച്ച് കണ്ണൂർ സ്ലാങ് പിടിച്ചേക്കുന്നത് ഭയങ്കര നൈസായിരുന്നു. പെങ്ങളായിട്ട് പൂജ മോഹൻരാജ്, പിന്നെ ഇന്ദു തമ്പി, കയാദു ലോഹർ, ഇഷ തൽവാർ, വെറും വർഷ, ഷോൺ റോമി, ഹരിത, ഐശ്വര്യ മിഥുൻ, അങ്ങനെ നടിമാരുടെ ലിസ്റ്റിനെ ജയേഷിന്റെ പെണ്ണുകാണൽ പോലെ നീണ്ടുപോകും. പിന്നെ ഒരു സീനില് വിധു പ്രതാപും വന്നു പോകുന്നുണ്ട്. വിശ്വജിത്തിന്റേതാണ് ക്യാമറ. രഞ്ജൻ എബ്രഹാം ആണ് ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഗുണ ബാലസുബ്രഹ്മണ്യമാണ് ഇതിന്റെ മ്യൂസിക്. പടത്തിൽ ആവശ്യത്തിലേറെ പാട്ടുകൾ തിരികെ കയറ്റിയിട്ടുണ്ട്. ഇതിന്റെ ആർട്ട് ഡിസൈൻ, കളറിംഗ് ഒക്കെ നോക്കിയാൽ ഒന്നും റിയൽ ആയിട്ട് ഫീൽ ചെയ്യില്ല. എല്ലാ വീടുകളുടെയും മുറികളും അല്ലെങ്കിൽ സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ സ്റ്റുഡിയോ റൂം സെറ്റപ്പിൽ കളർ പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, ഈ പഴയ ഹിന്ദി റൊമാൻറ്റിക് ക്രിഞ്ച് പടങ്ങളിലെയും ഇപ്പോഴത്തെ ചില സീരിയലുകളിലെയും ഒക്കെ പോലെ അങ്ങനെയാണ് ചെയ്തു വെച്ചേക്കുന്നത്. പടവും അൺറിയൽ ആണെന്ന് പറയാം. ഒരു വെബ് സീരീസ് സ്റ്റൈൽ മേക്കിംഗ് ആണ് പടത്തിനുള്ളത്. യാതൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പടത്തിന്റെ മെയിൻ നെഗറ്റീവ് ആയിട്ട് പറയാം. കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ പടത്തെക്കുറിച്ച് 2 അഭിപ്രായം തീർച്ചയായിട്ടും വരും എന്നുള്ളത് ഒരു നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അത് മനഃപൂർവ്വം അങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പടം ചെയ്തേക്കുന്നത്. എങ്കിലും ഭയങ്കര ഇമ്പാക്ട് നൽകുന്ന അല്ലെങ്കിൽ ഭയങ്കര വാവ് മൂമെന്റ്സ് ഒന്നും പടത്തിലില്ല എന്നുള്ളതും ഒരു പോരായ്മയായിട്ട് പറയാം. സോ ആകമത്തെ ടോട്ടലിൽ മോശവുമല്ല അത്ര കേമവുമല്ല എന്നൊരു മിക്സഡ് ഫീലാണ് എനിക്ക് ഈ പടം തന്നത്. കുഴപ്പമില്ല എന്ന് പറയാം. ഒരു ബിലോ ആവറേജിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ടു നോക്കബിൾ ഫിലിം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തിയേറ്റർ വാച്ച് എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു OTTയിൽ ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ചർച്ചയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.